റീസെന്റ് ഒരു ഹൊറർ മൂവി എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുമടുത്തൊരു ടെംപ്ലേറ്റ് അല്ലെങ്കിൽ നമ്മൾ കണ്ടുമടുത്ത ക്ലീഷ ആയിട്ടുള്ള എലമെന്റ്സ് ഒക്കെ ഉള്ള ഒരു കാര്യമാണ് ഇപ്പോഴത്തെ ഹൊറർ മൂവീസ് എന്ന് പറയുന്നത്. അതിനെ കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ് ലേറ്റ് നൈറ്റ് വിത്ത് ദ ഡെവിൾ. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പം ഒരു സ്ഥിരം ഹൊറർ മൂവീസ് നമ്മൾ കാണുന്ന എലമെന്റ്സ് എന്താണ്, ജംപ് സ്കേഴ്സ് അല്ലെങ്കിൽ രാത്രി എണീറ്റ് നടക്കുന്നത് അല്ലെങ്കിൽ ക്യാമറ ഫോക്കസ് ആയി നിൽക്കും, തൊട്ട് ബാക്കിൽ ഒരാൾ വരുന്നത്, അങ്ങനെ ക്ലീഷ ആയിട്ടുള്ള നമ്മൾ കണ്ടുമടുത്ത അല്ലെങ്കിൽ ഇതുപോലത്തെ ഐറ്റംസ് ഒന്നും വേണ്ട എന്ന് തോന്നുന്ന രീതിക്കുള്ള ഒരു ഹൊറർ മൂവീസ് ആണ് ഇപ്പം വരുന്നത്. സോ അതിനെല്ലാം കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്തിട്ട് വേറൊരു ട്രാക്കിലുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന ഒരു മൂവിയാണ് ലേറ്റ് നൈറ്റ് വിത്ത് ദ ഡെവിൾ എന്ന് പറയുന്നത്. കാരണം ഈ ഒരു മൂവിയുടെ മേക്കിംഗ് ആൻഡ് എക്സിക്യൂഷൻ ഉണ്ടല്ലോ, അതായത് ഈ ഒരു മൂവിയിൽ മറ്റേ ഭയങ്കര ജംപ് സ്കേഴ്സോ അല്ലെങ്കിൽ ഭയങ്കര രീതിയിലുള്ള ഹൊറർ സീക്വൻസോ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ ഹൊറർ എലമെന്റ്സ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഹൊറർ ഫീൽ കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഈ മൂവിയിൽ വന്നു പോകുന്നുണ്ട്. അല്ലാതെ കംപ്ലീറ്റ്ലി ആ ഒരു സ്റ്റാർട്ടിംഗ് ടു ദ എൻഡ് ഭയങ്കര മറ്റേ കോൺചറിങ് ഫീൽ ഒന്നും അല്ല മൂവി. പക്ഷെ എന്നാലും ആ ഒരു ഹൊറർ എലമെന്റ് എന്നുള്ള രീതിയിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ഈ മൂവി പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുമടുത്ത ഹൊറർ മൂവീസ് ഒക്കെ ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റൈൽ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ മൂവി കണ്ടു നോക്കണം. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യും. കാരണം ഞാൻ ഈ ഒരു മൂവി കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു മൂവിയുടെ എക്സിക്യൂഷനും ആ ക്യാരക്ടേഴ്സും ആ ഒരു മൂവി പ്രസന്റ് ചെയ്തിരിക്കുന്നതും. ആൻഡ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്ന ഒരു 70s നടക്കുന്ന ഒരു ലേറ്റ് നൈറ്റ് ഷോ ആണ്, TV ഷോ. ഇപ്പോഴും ഉണ്ട് അതുപോലത്തെ ഷോസ് ഒക്കെ, രാത്രി നടക്കുന്ന ഒരു ലൈവ് ഷോസ് ആണ്. സോ ആ ഒരു ടൈമിൽ ആ ഒരു 70s ഒരു ഷോ നടക്കുകയും കുറച്ച് ഫേമസ് ആയിട്ട് പോയിക്കൊണ്ടുന്ന ഷോ ആയിരുന്നു. പെട്ടെന്ന് അതിന്റെ റേറ്റിംഗ്സ് ഒക്കെ കുറഞ്ഞ് ഭയങ്കര ഡള്ളായി നിന്നു. അപ്പോൾ ഇതിന്റെ ഹോസ്റ്റ് പറയും നമുക്ക് ഈ ഒരു പാരനോമൽ ആക്ടിവിറ്റി ചെയ്യുന്ന ആൾക്കാരെ കൊണ്ടുവരാം, ഹാലോവിൻ ഡേ ആണ്, സോ ആ ഒരു ഡേക്ക് അങ്ങനത്തെ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഒരു പരിപാടി നടത്താൻ സെറ്റ് ആവും, റേറ്റിംഗ്സ് ഒക്കെ കൂടുന്നു പറഞ്ഞിട്ട് അവർ അങ്ങനത്തെ ഒരു ഷോ നടത്തും. സോ ആ ഒരു എപ്പിസോഡിൽ ഒരു പ്രോസസ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ കൊണ്ട് ഇരുത്തുന്നതും പിന്നീട് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ആ ഒരു സിനിമയിൽ സംസാരിക്കുന്നത്. ഈ ഒരു എൻറ്റയർ മൂവിയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഒരു 1.5 മണിക്കൂറേ ഉള്ളൂ. നമ്മൾ ആ ഒരു ലൈവ് ഷോ ഒരു 1.5 മണിക്കൂർ ഇന്ന് കണ്ടു തീർക്കത്തില്ല. സോ അതേപോലെയാണ് ഈ ഒരു മൂവിയുടെ ഡ്യൂറേഷൻ അല്ലെങ്കിൽ ഈ ഒരു മൂവിയുടെ എൻറ്റയർ പ്രസന്റേഷനും പോകുന്നത്. ആ ഒരു പക്ക ഒരു TV ഷോ, ആ ഒരു 70s ഒരു അമേരിക്കൻ TV ഷോ എന്താണോ നമുക്ക് ആ ഒരു ഫീൽ തന്നെ ഈ ഒരു മൂവിയിൽ കിട്ടും. അതായത് ഒരു 3 ക്യാമറ, ആ ഒരു 3 ക്യാമറയുടെ പെർസ്പെക്റ്റീവ് വ്യൂ, അതായത് ആ ഒരു ക്യാമറയുടെ വ്യൂവിൽ കൂടിയാണ് ആ ഒരു നമ്മളെ എൻറ്റയർ ഷോ തന്നെ കാണുന്നത്. ആ ഒരു 3 ക്യാമറാസ്, ആ ഒരു ക്യാരക്ടേഴ്സ്, അവരുടെ ആ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് ഭയങ്കര വിന്റേജ് ഫീലാണ്. ആ ഒരു കളറിംഗിലായാലും പോലും അല്ലെങ്കിൽ ക്യാമറയിലായാലും പോലും ഭയങ്കര ഒരു വിന്റേജ് ഫീൽ തരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര രീതിയിൽ ആ ഒരു കാലഘട്ടത്തിൽ ഷോയും അതിലെ ആൾക്കാരും അല്ലെങ്കിൽ അവരുടെ ഒരു സെറ്റപ്പും അല്ലെങ്കിൽ ആ ഒരു എക്സിക്യൂഷനായിട്ടൊക്കെ നമുക്ക് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മൂവിയുടെ മേക്കിങ്ങും എക്സിക്യൂഷൻ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭയങ്കര ഹൊറർ ആയിട്ടുള്ള സീക്വൻസ് ഒന്നും ഇല്ല, പക്ഷെ ആ ഒരു എലമെന്റ് അല്ലെങ്കിൽ ആ ഒരു പ്രസന്റേഷൻ അടിപൊളിയാണ്. ആൻഡ് ഇതിന്റെ ഒരു സിനിമാറ്റോഗ്രാഫി എന്ന് പറയുന്നത് നമ്മളൊരു പക്ക TV ഷോ എങ്ങനെയാണോ കാണുന്നത്, ഒരു 3 ടൈപ്പ് ആംഗിൾസ് എന്നുള്ള ക്യാമറ, അതിന്റെ പോയിന്റ് ഓഫ് വ്യൂയിലുള്ള ഷോട്ട്സ്, സോ അതൊക്കെ വളരെ നൈസ് ആയിട്ട് തന്നെ സിനിമയെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡിഫറന്റ് ആയിട്ട് എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം അല്ലെങ്കിൽ ഹൊറർ മൂവി നമ്മൾ ഇതുവരെ കണ്ടുമട്ട സാധനങ്ങൾ എനിക്കിനി വേണ്ട, എന്തെങ്കിലും യുണീക്ക് ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫറന്റ് ആയിട്ട് കാണണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടുനോക്കേണ്ട മൂവിയാണ് ലേറ്റ് നൈറ്റ് വിത്ത് ദ ഡെവിൾ. സോ എന്തായാലും നിങ്ങൾ എല്ലാവരും കണ്ടു നോക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു കിടില മൂവിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു ഹൊറർ മൂവി അല്ലെങ്കിൽ ഒരു യുണീക്ക് വേ ഓഫ് പ്രസന്റേഷൻ ഒക്കെ ഉള്ള ഒരു മൂവിയാണ്. ഒന്നും കൂടി എടുത്ത് പറയാം, മറ്റേ കോൺജറിങ് പോലെയോ അല്ലെങ്കിൽ അതുപോലത്തെ സ്റ്റാർട്ടിംഗ് വരെ എൻഡ് വരെ ഭയങ്കര ഹൊറർ സീക്വൻസ് ഉള്ള ഒരു മൂവിയൊന്നും അല്ല. നിങ്ങൾ കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതിനു മുമ്പ് ഇതുപോലത്തെ ഒരു മൂവി എനിക്ക് ഇഷ്ടപ്പെട്ടത് A24 ടോക്ക് ടു മീ ആണ്. അത് ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ്, ഭയങ്കര വർക്കൗട്ട് ആയ ഒരു മൂവിയും കൂടിയാണ്. സോ ആ ഒരു സ്റ്റൈലൊക്കെ ഉള്ള ഒരു മൂവിയാണ്. പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടി യൂണീക്ക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു മൂവിയിലുണ്ട്. സോ എന്തായാലും കണ്ടു നോക്കും, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. സോ എന്തായാലും ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങൾ ഒപ്പീനിയൻസ് എന്ന് വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.